നമസ്കാരം. പ്രധാന വാർത്തകൾ. തൃശൂർ പൂരം വെടിക്കെട്ട് പ്രതിസന്ധിയിലെന്ന് പാറമേക്കാവ് ദേവസ്വം. ഒക്ടോബറിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പെസോ നിയമ ഭേദഗതിയിൽ ഇളവ് ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെ മറുപടി ലഭിച്ചില്ല. ഭേദഗതിയിൽ ഇളവ് നൽകേണ്ടത് കേന്ദ്ര സഹമന്ത്രിയും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപിയുടെ വകുപ്പിന് കീഴിലുള്ള പെസോ എന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി. ജീവനക്കാരോടുള്ള സംസ്ഥാന സർക്കാർ സമീപനത്തിനെതിരെ ജോയിന്റ് കൌൺസിൽ പാലക്കാട് ജില്ലാ പ്രതിനിധി സമ്മേളനത്തിൽ വിമർശനം. ജീവനക്കാരുടെ പ്രതിഷേധം ക്ഷണിച്ചുവരുന്ന നയങ്ങൾ ഇടതു സർക്കാരിന് ദോഷം ചെയ്യുമെന്ന മുന്നറിയിപ്പ്. പങ്കാളിത്ത പെൻഷൻ, DA കുടിശ്ശിക, ശമ്പള പരിഷ്കരണം തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാർ വാഗ്ദാനം ലംഘിക്കപ്പെട്ടെന്നും ആക്ഷേപം. ചാനൽ ചർച്ചയിൽ നടത്തിയ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ചത് ശ്രീമതി ടീച്ചറുടെ കണ്ണീര് കണ്ട് സഹതാപം തോന്നിയത് കൊണ്ടെന്ന് BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ. കേസുമായി ബന്ധപ്പെട്ട വിഷയം മുൻ MLA PT തോമസ് പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യങ്ങൾ. തനിക്കെതിരായ കേസ് നിലനിൽക്കില്ലെന്നും B. ഗോപാലകൃഷ്ണൻ. മങ്കര കണ്ണമ്പരിയാരത്ത് വാഹനങ്ങളുടെ കൂട്ടയിടി. അപകടത്തിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 9 പേർക്ക് പരിക്ക്. അപകടം നടന്നത് ഇന്ന് രാവിലെ 9:30. കൂലി കുടിശ്ശികയും വേതന വർധനവും ആവശ്യപ്പെട്ട് NREG വർക്കേഴ്സ് യൂണിയൻ. തൊഴിലുറപ്പ് ദിനങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യം. കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് തൊഴിലാളികളുടെ പ്രതിഷേധ മാർച്ചും ധർണയും. പുളപ്പുള്ളിയിലെ തൊഴിൽ തർക്കവുമായി ബന്ധപ്പെട്ട് ലേബർ ഓഫീസർ വിളിച്ചു ചേർത്ത ചർച്ച പരാജയം. കടയുടമയെയും CITU നേതാക്കളെയും പങ്കെടുപ്പിച്ച് നടത്തിയ ചർച്ച വാക്കുതർക്കത്തിൽ കലാശിച്ചു. സ്ഥാപനത്തിനു മുന്നിൽ തൊഴിലാളികളുടെ പന്തൽ കെട്ടി സമരം തുടരുന്നു. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം വെടിക്കെട്ട് ഇപ്പോഴും അനിശ്ചിതത്വത്തിലെന്ന് പാറമേക്കാവ് ദേവസ്വം. കേന്ദ്ര സർക്കാർ ഒക്ടോബറിൽ പുറത്തിറക്കിയ ഭേദഗതി പ്രകാരം പൂരം വെടിക്കെട്ട് നടത്താൻ കഴിയില്ലെന്ന് ദേവസ്വം സെക്രട്ടറി G. രാജേഷ് പറഞ്ഞു. തൃശൂർ പൂരം വെടിക്കെട്ട് പ്രതിസന്ധിയിലാണെന്ന് പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. വെടിക്കെട്ട് സംബന്ധിച്ച് കഴിഞ്ഞ ഒക്ടോബറിൽ കേന്ദ്ര സർക്കാർ നടത്തിയ പെസോ നിയമ ഭേദഗതിയിൽ ഇളവ് ആവശ്യപ്പെട്ട് ദേവസ്വങ്ങൾ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരുന്നു. എന്നാൽ ഇതുവരെ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. കേന്ദ്ര സഹമന്ത്രിയും തൃശൂർ MPയുമായ സുരേഷ് ഗോപിയുടെ വകുപ്പിന് കീഴിലുള്ള പെസോയാണ് ഭേദഗതിയിൽ ഇളവ് നൽകേണ്ടത്. 2024 ഒക്ടോബർ മാസത്തിലാണ് വെടിക്കെട്ട് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ പെസോ നിയമ ഭേദഗതി നടത്തിയത്. ഫയർലൈനിലേക്ക് മാഗസിനിൽ നിന്ന് 200 മീറ്റർ അകലം എന്ന ഭേദഗതിയാണ് തൃശൂർ പൂരം വെടിക്കെട്ടിന് പ്രതിസന്ധിയായിരിക്കുന്നത്. നിയമ ഭേദഗതിയിൽ ഇളവ് ആവശ്യപ്പെട്ട് സുരേഷ് ഗോപിയുമൊത്ത് ഇരു ദേവസ്വങ്ങളും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനെ കണ്ട് നിവേദനം സമർപ്പിച്ചെങ്കിലും ഇതുവരെയും തീരുമാനമായില്ല. പൂരം കൊടിയേറ്റത്തിന് 32 ദിവസം മാത്രം അവശേഷിക്കെ കേന്ദ്രം നിലപാട് വൈകിക്കുന്നത് ആശങ്കാജനകമാണെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G. രാജേഷ് പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളിലെല്ലാം വ്യക്തത വന്നുവെന്നും പൂരം അവലോകന യോഗങ്ങൾ തൃപ്തികരമാണെന്നും രാജേഷ് കൂട്ടിച്ചേർത്തു. കേന്ദ്ര സഹമന്ത്രിയും തൃശൂർ MPയുമായ സുരേഷ് ഗോപിയുടെ വകുപ്പിന് കീഴിലുള്ള പെസോ അനുകൂല തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അനുകൂല തീരുമാനമെടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് തീരുമാനമെന്നും ദേവസ്വം സെക്രട്ടറി കൂട്ടിച്ചേർത്തു. കേന്ദ്ര സർക്കാരിൻ്റെ ഒക്ടോബറിൽ പുറത്തിറക്കിയ അമെൻമെന്റ് നോക്കുകയാണെങ്കിൽ മാഗസിനിൽ നിന്നും 200 മീറ്ററാണ് ഫയർ ലൈനിലേക്ക് പറഞ്ഞിട്ടുള്ളത്. അത് നടപ്പിലാക്കുകയാണെങ്കിൽ നമുക്ക് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് നടത്താൻ സാധിക്കില്ല. അതിൽ ഒരു റിലാക്സേഷൻ വേണമെന്നാവശ്യപ്പെട്ട് ഇരു ദേവസ്വങ്ങളും കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MPയും മന്ത്രിയും നമ്മുടെ തൃശ്ശൂരിലെ അദ്ദേഹത്തിനൊപ്പം പോയി കേന്ദ്ര മന്ത്രി ശ്രീ പീയൂഷ് ഗോയൽജിയെ കണ്ടു, റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷ. അത് വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. എങ്കിലും ഇനി ഏതാണ്ട് ഒരു മാസമേ ഉള്ളൂ. തൃശ്ശൂർ പൂരത്തിൻ്റെ ആദ്യത്തെ വെടിക്കെട്ട് എന്ന് പറയുന്നത് നമ്മുടെ കൊടിയേറ്റത്തിനാണ്. അത് 30-ാം തീയതിയാണ്. ഇന്നിപ്പോൾ 28ആയി. ഒരു മാസമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കെ തീരുമാനങ്ങൾ വരാതിരുന്നാൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ജീവനക്കാരുടെ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തുന്ന നയങ്ങൾ ഇടതു സർക്കാരിന് ദോഷം ചെയ്യുമെന്ന് ജോയിന്റ് കൌൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കരിങ്കൽ. പാലക്കാട്ട് ജോയിന്റ് കൌൺസിൽ ജില്ലാ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ജയചന്ദ്രൻ കല്ലിങ്കൽ. പങ്കാളിത്ത പെൻഷൻ, DA കുടിശ്ശിക, ശമ്പള പരിഷ്കരണം തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാർ വാഗ്ദാനം ലംഘിക്കപ്പെട്ടെന്ന് ജയചന്ദ്രൻ കല്ലിങ്ങൽ ചൂണ്ടിക്കാട്ടി. സർക്കാരിൻ്റെ ആശ്രിത നിയമന ഭേദഗതിയും
ജീവനക്കാർക്ക് ആശ്വാസം നൽകുന്നതല്ലെന്നും ജോയിന്റ് കൗൺസിൽ ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ജയചന്ദ്രൻ കല്ലിങ്കൽ പറഞ്ഞു. കേന്ദ്ര സർക്കാർ കേരളത്തെ നിരന്തരം അവഗണിക്കുകയും അവകാശങ്ങൾ നിഷേധിക്കുകയും ചെയ്യുകയാണെങ്കിലും എന്തിനും ഏതിനും കേന്ദ്രത്തെ പഴിചാരുന്ന രീതി സമൂഹത്തിലും ജീവനക്കാർക്കിടയിലും സംശയത്തിന്റെ വിത്ത് പാകിയിട്ടുണ്ട്. പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കുന്നതും ഇടതു സർക്കാരിന് യോജിച്ചതല്ല. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പഠന റിപ്പോർട്ട് കിട്ടാൻ സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു. ജീവനക്കാർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പായില്ലെന്ന് മാത്രമല്ല, സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ പേര് പറഞ്ഞ് പലതും തടഞ്ഞുവെച്ചു. ജീവനക്കാരുടെ അവകാശങ്ങൾ ഹനിക്കുകയും കവർന്നെടുക്കുകയും ചെയ്യുന്ന ഏത് നടപടിയെയും എതിർക്കുമെന്നും ജയചന്ദ്രൻ കല്ലിങ്ങൽ വ്യക്തമാക്കി. ജില്ലാ പ്രസിഡന്റ് എം അംജദ് ഖാൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ PS സന്തോഷ് കുമാർ, ജില്ലാ സെക്രട്ടറി PD അനിൽകുമാർ, PK സന്തോഷ്, K മുകുന്ദൻ, MC ഗംഗാധരൻ, B പ്രീത, P കണ്ണൻ, K മനോജ് കുമാർ, P വിജയകുമാർ, CA ഈജു, K സതീഷ് മോൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോടതി പറഞ്ഞതുകൊണ്ടും കേസ് നടത്തിയതുകൊണ്ടുമല്ല മുൻ മന്ത്രി PK ശ്രീമതി ടീച്ചറോട് മാപ്പ് പറഞ്ഞതെന്ന് BJP നേതാവ് B ഗോപാലകൃഷ്ണൻ. ശ്രീമതി ടീച്ചർ കണ്ണീരോടെ പറഞ്ഞതോടെയാണ് ഖേദം പ്രകടിപ്പിച്ചതെന്നും ഗോപാലകൃഷ്ണൻ തൃശൂരിൽ പറഞ്ഞു. ശ്രീമതി ടീച്ചറുടെ അഭിഭാഷകനാണ് കേസ് ഒത്തുതീർപ്പാക്കാൻ സമീപിച്ചതെന്ന് B ഗോപാലകൃഷ്ണൻ പറഞ്ഞു. കോടതി പറഞ്ഞതുകൊണ്ടും കേസ് നടത്തിയതുകൊണ്ടുമല്ല ഖേദം പ്രകടിപ്പിച്ചത്. ശ്രീമതി ടീച്ചർ കണ്ണീരോടെ പറഞ്ഞതോടെയാണ് ഖേദം പ്രകടിപ്പിച്ചതെന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞു. കേസുമായി ബന്ധപ്പെട്ട വിഷയം മുൻ MLA PT തോമസ് പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യങ്ങളാണ്. ഈ വിഷയം ചാനൽ ചർച്ചയിൽ ഉന്നയിച്ചു. ഇതിനെതിരെയാണ് തനിക്കും PT തോമസിനുമെതിരെ ടീച്ചർ കേസ് കൊടുത്തത്. തനിക്കെതിരായ കേസ് നിലനിൽക്കില്ല. PT തോമസ് പറഞ്ഞ കാര്യം താൻ ആവർത്തിക്കുകയായിരുന്നുവെന്നും B ഗോപാലകൃഷ്ണൻ പറഞ്ഞു. അനിൽകുമാർ അറിയില്ല, കാരണം കേസ് നടക്കുന്നത് കണ്ണൂരാണ്. പക്ഷേ ഹൈക്കോടതിയിൽ ഞാൻ കൊടുത്തതാണ് ക്വാഷ് ചെയ്യാൻ, FIR ക്വാഷ് ചെയ്യാൻ വേണ്ടി ഞാൻ കൊടുത്ത കേസാണ്. തീർന്നു പൊക്കോട്ടെ, ടീച്ചറുടെ വിഷമം മാറിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഖേദപ്രകടനം, ഇതാണ് എൻ്റെ ഫാക്ട്. ടീച്ചറുടെ മനോവിഷമത്തിൽ ഒരു സ്ത്രീയുടെ കണ്ണുനീർ ഏത് കാരണവശാലും ഉണ്ടാവാൻ പാടില്ല എന്ന എൻ്റെ രാഷ്ട്രീയം കൊണ്ട് ഞാനത് വളരെ ഇന്നുവരെ കേരളത്തിൽ ഒരാളും ചെയ്യാത്തൊരു മാതൃക ഖേദം ഞാൻ ചെയ്തു. അതിനെ ഞാൻ മാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ ഹാൻഡിലുകൾ, ലെഫ്റ്റ് ഹാൻഡിലുകൾ അത് ഉയർത്തിക്കാട്ടിയപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് പറയണ്ടേ. ചില മാധ്യമങ്ങൾ തെറ്റിദ്ധരിച്ചത് കോടതി പറഞ്ഞിട്ടാണെന്ന്. അപ്പം ഞാനതിൻ്റെ യാഥാർത്ഥ്യം എൻ്റെ ഫേസ്ബുക്കിലിട്ടപ്പോഴാണ് പലർക്കും എന്താണ് നടന്നതെന്ന് അറിഞ്ഞത്. അവിടെ മാപ്പ് പറഞ്ഞു എന്ന് പറയുന്നതിനോടൊരു അർത്ഥമില്ല. അവരുടെ മനോവധയിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ, അത് അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ട് ആരോ എല്ലാ സ്ഥലത്തും വാർത്ത കൊടുത്തത് ഞാൻ വാർത്ത കൊടുത്തിട്ടില്ല. അപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ട് കൊടുത്ത വാർത്തയിൽ ക്ലിയർ ചെയ്യേണ്ടത്, ക്ലാരിറ്റി ചെയ്യേണ്ടത് എൻ്റെ ചുമതലയായതുകൊണ്ട് ഇതൊരു വിവാദത്തിനല്ല, ആ ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ ഫേസ്ബുക്കിലിട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മങ്കര കണ്ണമ്പരിയാരത്ത് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 9 പേർക്ക് പരിക്കേറ്റു. മങ്കര വെസ്റ്റ് UP സ്കൂളിലെ 4 വിദ്യാർത്ഥികൾക്കും മറ്റൊരു വിദ്യാർത്ഥിക്കും ഗൂഡ്സ് ഓട്ടോ ഡ്രൈവർക്കും പത്തിരിപ്പാല കോളേജ് പ്രിൻസിപ്പാൾക്കും ബൈക്ക് യാത്രക്കാരായ 2 പേർക്കുമാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ജില്ലാ ആശുപത്രിയിലും പത്തിരിപ്പാല സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇന്ന് കാലത്ത് 9:30യോടെയായിരുന്നു അപകടം. പാലക്കാട്ട് നിന്നും വരുന്ന പത്തിരിപ്പാല കോളേജ് പ്രിൻസിപ്പൽ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് എതിരെ വന്ന ഗുഡ്സ് ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു. ഇതിന്റെ പിറകിൽ വന്ന ബൈക്കും ഗുഡ്സ് വണ്ടിയിൽ ഇടിച്ച് തെറിച്ചു വീണു. ഗുഡ്സ് വാഹനത്തിന് പിറകിൽ 5 വിദ്യാർത്ഥികളുണ്ടായിരുന്നു. മങ്കര വെസ്റ്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികളാണിവർ. അനിൽദാസ്, അനിരുദ്ധ്, ഷാഹിദ്, ആദിത്യ, അദ്വൈത്, പ്രത്യൂഷ് എന്നീ വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. NREGWU ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതിക്ക് അംഗഭംഗം വരുത്താനാണ് BJP പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം MR മുരളി ആരോപിച്ചു. തൊഴിലുറപ്പ് കൂലി 600 രൂപയാക്കുക, വർഷത്തിൽ 150 തൊഴിൽ ദിനങ്ങൾ നൽകുക, കൂലി കുടിശ്ശികയില്ലാതെ കൂലി ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് NREG വർക്കേഴ്സ് യൂണിയൻ ഷൊർണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തിയത്. രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം MR മുരളി ആരോപിച്ചു. പദ്ധതിക്ക് അംഗഭംഗം വരുത്താനാണ്
BJP പലയിടത്തും ശ്രമിക്കുന്നത്. ഈ രംഗത്തുനിന്ന് തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ധാരണ, ഇന്ന് ഇന്ത്യയിലാകെ ദുർബലമായ നിലയിലാണെങ്കിലും ചിറകും കയ്യും കാലും ഒക്കെ അരിഞ്ഞു കളഞ്ഞ് അംഗവൈകല്യത്തോടു കൂടിയുള്ള ഒന്നാക്കി BJP അതിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരന്റെ ജീവിതാഭിവൃദ്ധിക്ക് വേണ്ടി, അവന്റെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് ഇടതുപക്ഷ പാർട്ടികൾ. ഇടതുപക്ഷ പാർട്ടികൾ ഇന്ത്യയിൽ ആകെ എടുത്താൽ വലിപ്പത്തിൽ ചെറുതായിരിക്കേണ്ടത്. വോട്ടിന്റെയും സീറ്റിന്റെയും ഒക്കെ കാര്യത്തിൽ ചെറിയ പാർട്ടിയായിരിക്കാം ഇന്ത്യയിൽ ഇടതുപക്ഷ പാർട്ടികൾ. എന്നാൽ സാധാരണ മനുഷ്യന്റെ ജീവിതം അജണ്ടയാക്കിയിട്ടുള്ള, സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്ന, സാധാരണക്കാരന് വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു പ്രസ്ഥാനം ഇടതുപക്ഷമാണ്. M. നാരായണൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ മുനിസിപ്പൽ സെക്രട്ടറി KN അനിൽകുമാർ സ്വാഗതം പറഞ്ഞു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, CPM ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ്, ഷൊർണൂർ വിജയൻ, യൂണിയൻ പ്രസിഡന്റ് CC ഉഷാദേവി, വൈസ് പ്രസിഡന്റ് സുധീർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കൂലി കുടിശ്ശിക ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒറ്റപ്പാലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രതിഷേധ മാർച്ച്. NREG വർക്കേഴ്സ് യൂണിയൻ CITU നടത്തിയ മാർച്ച് CPM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് കൂലി കുടിശ്ശിക ഉടൻ അനുവദിക്കുക, തൊഴിൽ ദിനങ്ങൾ 150 ഉയർത്തുക, തൊഴിലുറപ്പ് വേതനം 600 രൂപയാക്കി വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലാളികൾ ഒറ്റപ്പാലം ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തിയത്. CPM ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാലോ, തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ അത് നമ്മുടെ രാജ്യത്ത് 2004 ഒന്നാം UPA സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ഈ ഗവൺമെന്റ്, ഒന്നാം UPA സർക്കാർ അധികാരത്തിൽ വന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അന്ന് ആ ഗവൺമെന്റിന്റെ മുമ്പാകെ നമ്മുടെ രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഈ ഗവൺമെന്റിന് പിന്തുണ നൽകണമെന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു 10 പരിപാടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ 10 പരിപാടിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കുക എന്നത്. യൂണിയൻ മുനിസിപ്പൽ പ്രസിഡന്റ് T. ലത അധ്യക്ഷത വഹിച്ചു. CPM പാലപ്പുറം ലോക്കൽ സെക്രട്ടറി C. മാധവൻ, ഒറ്റപ്പാലം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. അബ്ദുൽ നാസർ, കൗൺസിലർമാരായ സബിത മണികണ്ഠൻ, TK രഞ്ജിത്ത്, P. കല്യാണി, C. ശോഭന, K. സുരേഷ് കുമാർ, യൂണിയൻ മുനിസിപ്പൽ സെക്രട്ടറി K. അജിത, U. രുക്മിണി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ ഒങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി ഒങ്ങല്ലൂർ പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. മാർച്ചിന് ശേഷം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന തൊഴിലാളി ധർണ CITU പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി NP വിനയകുമാർ ഉദ്ഘാടനം ചെയ്തു. കൂലി കുടിശ്ശികയും വേതന വർധനവും തൊഴിൽ ദിനങ്ങളുടെ വർധനവും ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് NREG വർക്കേഴ്സ് യൂണിയൻ ഓങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തിയത്. ധർണ CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി NP വിനയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ ഗവൺമെന്റ് ഓരോ സംസ്ഥാനത്തിന്റെയും ജീവിത വിലസൂചികയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വ്യത്യസ്തമായ രൂപത്തിൽ റേറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നാൽ കേരളത്തിൽ 700 രൂപയെങ്കിലും. K. പുഷ്പലത അധ്യക്ഷത വഹിച്ചു. VC ദേവദാസ്, AM നാരായണൻ, സുനിത എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പറളി പോസ്റ്റ് ഓഫീസിലേക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾ മാർച്ച് നടത്തി. NREG വർക്കേഴ്സ് യൂണിയൻ നടത്തിയ പ്രതിഷേധ മാർച്ച് ജില്ലാ സെക്രട്ടറി K. വിജയൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് NREG വർക്കേഴ്സ് യൂണിയൻ പറളി പഞ്ചായത്ത് കമ്മിറ്റി പറളി പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തിയത്. മാർച്ചിന് ശേഷം നടന്ന ധർണ യൂണിയൻ ജില്ലാ സെക്രട്ടറി K. വിജയൻ ഉദ്ഘാടനം ചെയ്തു. വേതനം നൽകുക എന്നുള്ള ലക്ഷ്യമാണ്. ആ വേതനം വർദ്ധിപ്പിച്ച് ഇന്ന് അന്ന് കേരളത്തിൽ 2006 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ സഖാവ് VS ആണ് ഭരിച്ചിരുന്നത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ 100 രൂപ നൽകുമ്പോൾ അന്ന് കേരളത്തിൽ 125 രൂപയാണ് ആദ്യമായി തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗങ്ങൾ.
NREG വർക്കേഴ്സ് യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഉഷ അധ്യക്ഷത വഹിച്ചു. പറളി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി മോഹനൻ, വിജയൻ പാന്തമ്പാടം, അപ്പുകുട്ടൻ, രമേഷ്, പ്രേമ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. എരുമപ്പെട്ടിയിൽ കഞ്ചാവ് വിൽപ്പനക്കാരായ 2 പേർ പോലീസിന്റെ പിടിയിൽ. എരുമപ്പെട്ടി വെള്ളറക്കാട് കൊല്ലൻപടിയിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന 2 പേരെയാണ് പെട്രോളിങ്ങിനിടെ പോലീസ് പിടികൂടിയത്. കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന കൊല്ലൻപടി ചെമ്പ്രയൂർ വീട്ടിൽ 24 വയസ്സുള്ള ജാബിർ, പള്ളിക്കുളം കല്ലിങ്ങപ്പാടത്ത് 26 വയസ്സുള്ള നൌഫൽ എന്നിവരെയാണ് ഇൻസ്പെക്ടർ JS അശ്വിനിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസ് പട്രോളിങ്ങിനിടെയാണ് ഇരുവരും പിടിയിലായത്. വെള്ളറക്കോട് എഞ്ചിനീയറിംഗ് കോളേജ് പരിസരത്തു നിന്നാണ് ജാബിർ പിടിയിലായത്. ഇയാളിൽ നിന്ന് 30 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. തുടർന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് വിൽപ്പനയ്ക്കായി ജാബിറിന് സ്ഥിരമായി കഞ്ചാവ് എത്തിച്ചു നൽകുന്ന നൌഫലിനെ കുറിച്ച് വിവരം ലഭിച്ചത്. തുടർന്ന് ഇയാളെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പൈങ്കുളത്ത് കഞ്ചാവ് ബീഡികളുമായി യുവാവിനെ ചെറുതുരുത്തി പോലീസ് പിടികൂടി. പൈങ്കുളം അയ്യപ്പനെഴുത്തച്ഛൻ ബസ് സ്റ്റോപ്പിനും സമീപം താമസിക്കുന്ന പുത്തൻ വീട്ടിൽ 21 വയസ്സുള്ള ശ്രീരാഗാണ് പോലീസിന്റെ പിടിയിലായത്. ദിവസങ്ങൾക്ക് മുൻപ് പ്രദേശത്തു നിന്നും 2 യുവാക്കളെ പോലീസ് പിടികൂടിയിരുന്നു. ASI നിഖിലിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനീത് മോൻ, CPO പ്രിൻസ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. വാറ്റാൻ പാകപ്പെടുത്തിയ 20 ലിറ്റർ വാഷ് കൈവശം വെച്ച യുവാവിനെതിരെ പട്ടാമ്പി എക്സൈസ് കേസെടുത്തു. തിരുവേഗപ്പുറ നരിപ്പറമ്പ് മനിയെടുത്ത് വീട്ടിൽ പ്രശാന്തിനെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പട്ടാമ്പി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ H വിനുവും സംഘവും നടത്തിയ പരിശോധനയിലാണ് വാഷ് പിടികൂടിയത്. പ്രിവന്റീവ് ഓഫീസർ AR രാജേന്ദ്രൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ O നന്ദു, അനൂപ് രാജ്, സാം ജോസ്, ഉണ്ണി, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഉമാ രാജേശ്വരി എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. കൊളപ്പള്ളിയിലെ തൊഴിൽ തർക്കവുമായി ബന്ധപ്പെട്ട് ലേബർ ഓഫീസർ വിളിച്ചു ചേർത്ത ചർച്ച പരാജയപ്പെട്ടു. കടയുടമയെയും CITU തൊഴിലാളി നേതാക്കളെയും പങ്കെടുപ്പിച്ച് നടത്തിയ ചർച്ചാ തർക്കത്തിൽ കലാശിക്കുകയായിരുന്നു. ഒറ്റപ്പാലം ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് ഓഫീസിലായിരുന്നു ചർച്ച. കുളപ്പുള്ളി പ്രകാശ് സ്റ്റീൽ ആൻഡ് സിമന്റ്സ് എന്ന സ്ഥാപനത്തിന് മുന്നിൽ തൊഴിൽ നിഷേധം ആരോപിച്ച് ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU നടത്തിവരുന്ന കുടിൽകെട്ടി സമരം 10 ദിവസം പിന്നിട്ട സാഹചര്യത്തിലാണ് ലേബർ ഓഫീസർ തൊഴിലാളികളെയും സ്ഥാപന ഉടമയെയും ചർച്ചയ്ക്ക് വിളിച്ചത്. ഒറ്റപ്പാലം ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് ഓഫീസിലായിരുന്നു ചർച്ച. കടയുടമയായ പ്രകാശൻ സിമന്റ് ചാക്കുകൾ കയറ്റിയിറക്കുന്നതിനായി കൺവെയർ ബെൽറ്റ് മെഷീൻ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെയാണ് തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെട്ടത്. കൺവെയർ ബെൽറ്റ് ഉപയോഗിക്കുമ്പോഴും കയറ്റിറക്കിനായി അന്യസംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ചുമട്ടുതൊഴിലാളികളുടെ ആരോപണം. ഇവർ തൊഴിൽ കാർഡില്ലാത്തവരാണെന്നും ബോർഡിന് കീഴിൽ രജിസ്റ്റർ ചെയ്തവരെ കൊണ്ട് ചുമടെടുപ്പിക്കുന്നത് അനുവദിക്കാൻ കഴിയില്ലെന്നുമാണ് CITUവിന്റെ നിലപാട്. അതേസമയം കടയുടമ പ്രകാശൻ കോടതിയെ സമീപിച്ച് അനുകൂലമായ വിധി സമ്പാദിച്ചിരുന്നു. പിന്നീടാണ് തർക്കം രൂക്ഷമായത്. ഇതിനു പിന്നാലെ തൊഴിലാളികൾ കടയ്ക്ക് മുന്നിൽ കുടിൽകെട്ടി സമരം ആരംഭിച്ചു. കടയുടമയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് വ്യാപാരികൾ കടകളടച്ച് സമരം നടത്തുകയും ചെയ്തു. തൊഴിൽ നിഷേധത്തിനെതിരെ CITU പ്രകടനവും പൊതുയോഗവും നടത്തി. ഇതിനിടയിലാണ് ജില്ലാ ലേബർ ഓഫീസറും ക്ഷേമനിധി ബോർഡ് ചെയർമാനുമായ KM സുനിൽ ഇരുവിഭാഗങ്ങളെയും ചർച്ചയ്ക്ക് വിളിച്ചത്. 2 വിഭാഗങ്ങളും അവരവരുടെ നിലപാടുകളിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായില്ല. മെഷീൻ സംവിധാനത്തിന് പുറമേ വരുന്ന ജോലികൾ രജിസ്റ്റർ ചെയ്ത് ചുമട്ടുതൊഴിലാളികളെ ഉപയോഗിച്ച് ചെയ്യണമെന്ന ലേബർ ഓഫീസറുടെ നിർദ്ദേശം കടയുടമയും ഒപ്പമുണ്ടായിരുന്ന വ്യാപാരികളും അംഗീകരിക്കാൻ തയ്യാറായില്ല. ഇതോടെയാണ് ചർച്ച തർക്കത്തിൽ കലാശിച്ചത്.
അപ്പോൾ ക്ഷേമ ബോർഡിൽ പേര് രജിസ്റ്റർ ചെയ്യാത്ത തൊഴിലാളികളെ കൊണ്ട് തൊഴിലെടുപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയല്ല എന്ന് ക്ഷേമ ബോർഡും ജില്ലാ ക്ഷേമ ബോർഡിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ജില്ലാ ലേബർ ഓഫീസർ പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിലുള്ള നടപടികളുമായിട്ട് ക്ഷേമ ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് നടപടികൾ സ്വീകരിക്കും എന്നറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർന്നുള്ള പ്രക്ഷോഭ സമരങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ തൊഴിലാളികളുമായിട്ട് കൂടിയാലോചിച്ച് സമരം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ച് വരിക. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്ക് സമൂഹത്തിൽ അത്ഭുതകരമായ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. വാടാനംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു MLA. വാടാനംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2023-2025 SPC ബാച്ചിലെ 48 കേഡറ്റുകളാണ് പരിശീലനം പൂർത്തിയാക്കി ഇറങ്ങിയത്. 3 വർഷം പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് വെള്ളിയാഴ്ച സ്കൂളിൽ നടന്നു. മുഹമ്മദ് മുഹസിൻ MLA സല്യൂട്ട് സ്വീകരിച്ചു. SPC കേഡറ്റുകൾ രാജ്യത്തിനാകെ മാതൃകയായിക്കൊണ്ടിരിക്കുകയാണെന്ന് MLA പറഞ്ഞു. ഉത്തരവാദിത്ത ബോധത്തോടെ സമൂഹത്തിലാകെ മാറ്റങ്ങളുണ്ടാക്കാൻ കേഡറ്റുകൾക്ക് കഴിയണമെന്നും MLA കൂട്ടിച്ചേർത്തു. പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചു. അതിനുശേഷം 2010 കേരളത്തിലാകെ ഇത് നടപ്പിലാക്കി. വിദ്യാർത്ഥികളിൽ അച്ചടക്കമുണ്ടാക്കാനും നിയമം പാലിക്കുന്നവരായിട്ടുള്ള ഒരു തലമുറയെ വളർത്താനും ഉത്തരവാദിത്ത ബോധവും സാമൂഹ്യ ബോധവുമുള്ള സന്നദ്ധ പ്രവർത്തനത്തിന് തയ്യാറായിട്ടുള്ള മിടുക്കന്മാരുമായിട്ടുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശത്തോടു കൂടിയാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ആരംഭിച്ചത്. കേരളം തുടക്കം കുറിച്ചു എങ്കിലും ഇന്ന് നമ്മുടെ രാജ്യത്താകെ മാതൃകയായിക്കൊണ്ട് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ചടങ്ങിൽ കേഡറ്റുകൾക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും MLA ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. ഷൊർണൂർ സർക്കിൾ ഇൻസ്പെക്ടർ V. രവികുമാർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജലജ ശശികുമാർ, ഹെഡ് മിസ്ട്രസ് ഗീത, പ്രിൻസിപ്പാൾ ബീന, ഷഫീഖ്, ബാലൻ, രാമചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. എഴുത്ത് ലോട്ടറി ഓൺലൈൻ ചൂതാട്ടത്തിനെതിരെ ഒറ്റപ്പാലത്ത് ലോട്ടറി ഏജന്റ്സ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ CITU ഏരിയ കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. മറ്റൊരു തൊഴിലും എടുക്കാൻ വേണ്ടി കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഉള്ള തൊഴിലാളികളാണ് ഈ മേഖല തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ രാജ്യത്ത് തൊഴിലില്ലായ്മ പരിഹരിക്കുന്ന കാര്യത്തിൽ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് അതിനാവശ്യമായ തീരുമാനങ്ങൾ എടുക്കാതെ രാജ്യത്തെ തൊഴിലില്ലായ്മ അതിരൂക്ഷമാക്കുന്ന തരത്തിലുള്ള സമീപനങ്ങളുമായി ബന്ധപ്പെട്ട് 1947 ആഗസ്റ്റ് 15 ശേഷം അധികാരത്തിൽ വന്ന 77 വരെ തുടർച്ചയായി അധികാരത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് ഗവൺമെൻറ്റും പിന്നീട് ഇടവിട്ട അധികാരത്തിൽ വന്നിട്ടുള്ള BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റും ഇപ്പോൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP ഗവൺമെൻറ്റും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നില്ല എന്ന് മാത്രമല്ല. യൂണിയൻ ഏരിയ പ്രസിഡന്റ് K. സുശാന്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KJ സുരേഷ് ബാബു, ഏരിയ സെക്രട്ടറി V. മോഹനൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ N. രാജൻ, KP ഹരികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. എഴുത്തു ലോട്ടറി ഓൺലൈൻ ചൂതാട്ടം അവസാനിപ്പിക്കാൻ ശക്തമായ നടപടിയുണ്ടാകണമെന്ന് യൂണിയൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. നവീകരണം പൂർത്തിയായ കുളപ്പുള്ളി ആലിൻചുവട് കണയം റോഡ് നാടിന് സമർപ്പിച്ചു. ഷൊർണൂർ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 4 കോടി രൂപ വിനിയോഗിച്ച് BM&BC നിലവാരത്തിലാണ് റോഡ് നവീകരിച്ചത്. റോഡ് ഉദ്ഘാടനം P. മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. ഉത്സവാന്തരീക്ഷത്തിലാണ് നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം നടത്തിയത്. P. മമ്മിക്കുട്ടി MLA റോഡ് നാടിന് സമർപ്പിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സണും
പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ നാട്ടുകാരൻ കൂടിയായ കെല്ലിൻ്റെ എഞ്ചിനീയർ ഉണ്ണീസനും ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഇവിടെ പ്രസ്താവിച്ചു കഴിഞ്ഞു. ഇനി MR മുരളി ഉൾപ്പെടെയുള്ള ഈ വേദിയിൽ കൗൺസിലർമാരുണ്ട്, അതുപോലെ തന്നെ മുൻ കൗൺസിലർമാരുണ്ട്, പൊതുപ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരൊക്കെ. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. എറണാകുളം കെൽ പ്രൊജക്ട് മാനേജർ KK ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഷൊർണൂർ പ്രഭാതം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ MR മുരളി, നഗരസഭാ വൈസ് ചെയർമാൻ P സിന്ധു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ, കൗൺസിലർമാരായ C സന്ധ്യ, P പ്രസാദ്, MK ശരത്, സിനി മനോജ്, ഷൊർണൂർ അർബൻ ബാങ്ക് ചെയർമാൻ M സുരേന്ദ്രൻ, CPM ലോക്കൽ സെക്രട്ടറി N ജയപാൽ, കുളപ്പുളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് P രഞ്ജിത്ത്, TY ഷിഹാബുദ്ദീൻ, KC സോമൻ, ജയൻ, PE സന്ദീപ് എന്നിവർ സംസാരിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 4 കോടി രൂപ ചെലവഴിച്ചാണ് BM&BC നിലവാരത്തിൽ റോഡ് നവീകരിച്ചത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. പാലക്കാട്ട് പ്രശസ്ത ഗായകൻ SP ബാലസുബ്രഹ്മണ്യത്തിന്റെ പ്രതിമ സ്ഥാപിക്കും. മലയാള പിന്നണി ഗായകരുടെ കൂട്ടായ്മയായ സമത്തിന്റെ നേതൃത്വത്തിൽ രാപ്പാടിയിലാണ് പ്രതിമ സ്ഥാപിക്കുക. പ്രതിമ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം കളക്ട്രേറ്റിൽ ജില്ലാ കളക്ടർ G പ്രിയങ്ക നിർവഹിച്ചു. മലയാളവുമായി ഇഴയടുപ്പമുള്ള തെന്നിന്ത്യൻ ഗായകൻ SP ബാലസുബ്രഹ്മണ്യം മരിക്കാത്ത ഓർമ്മയാണ് സംഗീത ലോകത്തിന് നൽകിയത്. തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഉൾപ്പെടെ 19 ഭാഷകളിൽ പാടിയ SPB ഒരേ സമയം അറിവും ആശ്ചര്യവുമാണെന്ന് ജില്ലാ കളക്ടർ അനുസ്മരിച്ചു. രാജ്യത്ത് ആദ്യമായാണ് SP ബാലസുബ്രഹ്മണ്യത്തിൻ്റെ 10 അടി ഉയരമുള്ള പൂർണ്ണകായ പ്രതിമ സ്ഥാപിക്കുന്നത്. ഉണ്ണി കാനായിയാണ് പ്രതിമ നിർമ്മിച്ചത്. സംഗീതവുമായി ഏറെ അടുപ്പമുള്ള പാലക്കാടിൻ്റെ ഹൃദയഭാഗമായ രാപ്പാടിയിലെ SPB പ്രതിമ കലാസാംസ്കാരിക സംഗീത പ്രതിഭകൾക്ക് വഴികാട്ടിയും പ്രചോദനവുമാകും. ഗായകരായ വിജയ് യേശുദാസ്, സുദീപ് കുമാർ, അഫ്സൽ, അനൂപ് ശങ്കർ, സിന്ധു പ്രേംകുമാർ, ദേവാനന്ദൻ, KK നിഷാദ്, രവിശങ്കർ, മഞ്ജു മേനോൻ, സ്വരലയ സെക്രട്ടറി TR അജയൻ, ഡോക്ടർ സിൽബർട്ട് ജോസ്, അനിൽകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അടിസ്ഥാന പ്രവൃത്തികളുടെ നിർമ്മാണവും ഒരുക്കലും കഴിയുന്നതോടെ SPBയുടെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. റംസാൻ മാസത്തിലെ അവസാന വെള്ളിയാഴ്ചയ്ക്ക് ചെറുതുരുത്തി ജുമാ മസ്ജിദിൽ പ്രാർത്ഥനയ്ക്കായി എത്തിയത് 100 കണക്കിന് വിശ്വാസികൾ. കഴിഞ്ഞ ദിവസം 27-ാം രാവായിരുന്നതിനാൽ രാത്രിയിലും പ്രാർത്ഥനയ്ക്കായി നിരവധി പേരാണ് പള്ളിയിൽ എത്തിയത്. വിശ്വാസികൾ 12 മണിക്ക് തന്നെ പള്ളിയിലെത്തി ദേഹശുദ്ധി വരുത്തി. 1 മണിക്കുള്ള ബാങ്ക് വിളിയോടെ റംസാൻ മാസത്തിലെ അവസാന വെള്ളിയാഴ്ചയുടെ ജുമാ നിസ്കാരത്തിന് തുടക്കമായി. പള്ളി ഖത്തീബ് ആഫിള് അബു യാസിൻ സഖാഫി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ഈ മാസത്തിലെ സവിശേഷതകളെക്കുറിച്ച് അറബി ഭാഷയിൽ സന്ദേശവും നൽകി. തുടർന്ന് നടന്ന കൂട്ടപ്രാർത്ഥനയിൽ കുട്ടികളടക്കം 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ജുമാ നിസ്കാരത്തിന് പള്ളി പ്രസിഡന്റ് സൈദൽവി ഹാജി, സെക്രട്ടറി ഷൗക്കത്ത് അലി സഖാഫി, ട്രഷറർ MK സിദ്ദിഖ് എന്നിവർ നേതൃത്വം നൽകി. وحده لا شريك له جل عن الشبيه والند والنظير والكفر وأشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله وخليله وصفيه وحبيبه أرسله ربه رحمة للعالمين وحجة على العباد أجمعين بلغ الرسالة وأدى الأمانة ونصح الأمة وكشف الغمة وجاهد في سبيل الله حق الجهاد حتى أتاه اليقين صلوات ربي وسلامه على سيدنا محمد وعلى آله وصحبه أجمعين أما بعد فيا أيها الناس أوصيكم ونفسي أولا بتقوى الله اتقوا الله حق تقواه افعلوا ما أمركم الله واتقوا. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഗസയ്ക്ക് ഐക്യദാർഢ്യവുമായി വെൽഫെയർ പാർട്ടിയുടെ നൈറ്റ് മാർച്ച്. വെൽഫെയർ പാർട്ടി പാലക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മേപ്പറമ്പിൽ നടത്തിയ നൈറ്റ് മാർച്ച് കൗൺസിലർ M സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു. വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് റിയാസ് ഖാലിദ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് M കാജ ഹുസൈൻ, ജില്ലാ കമ്മിറ്റി അംഗം P ലുക്മാൻ, മുനിസിപ്പൽ പ്രസിഡന്റ് M ഫൈസൽ, വൈസ് പ്രസിഡന്റ് P അഫ്സൽ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K സലാം,
എസ് മുഹമ്മദ് അലി തുടങ്ങിയവർ നൈറ്റ് മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വെൽഫെയർ പാർട്ടി ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്തിരിപ്പാലയിൽ നൈറ്റ് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന യോഗത്തിൽ സക്കീർ ഹുസൈൻ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം സെക്രട്ടറി ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. ഷംസുദ്ദീൻ പത്തിരിപ്പാല, ശിഹാബ്, നാസർ, ഇക്ബാൽ, സാദിഖ്, റഫീഖ് എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന്റെ ആവേശം നുകരാൻ പാലക്കാട്ടും ഫാൻ പാർക്ക് ഒരുങ്ങുന്നു. പാലക്കാട് കോട്ടമൈതാനത്താണ് ഫാൻ പാർക്ക് ഒരുക്കിയിരിക്കുന്നതെന്ന് BCCI പ്രതിനിധി സുമിത് മൽപൂക്കാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രേക്ഷകർക്ക് സ്റ്റേഡിയത്തിൽ ഇരിക്കുന്നത് പോലെയുള്ള അനുഭവം നൽകുന്നതിനായി വലിയ സ്ക്രീനുകളിലൂടെയും തത്സമയ വിശകലനങ്ങളിലൂടെയും കളി കാണാൻ കഴിയും. സ്വന്തം ടീമുകളുടെ കളി നേരിട്ട് കാണും വിധമുള്ള വിരുന്നൊരുക്കി ആരാധകർക്ക് ക്രിക്കറ്റിനോടുള്ള സ്നേഹം പങ്കിടുന്നതിനുള്ള വേദിയുമാകും. 10 ലക്ഷത്തിലധികം ക്രിക്കറ്റ് ആരാധകർ ഇത്തവണ ഫാൻ പാർക്കുകളിലേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷയെന്ന് സുമിത് പറഞ്ഞു. ശനി, ഞായർ ദിവസങ്ങളിലെ മത്സരങ്ങളാണ് കോട്ടമൈതാനത്തെ ഫാൻ പാർക്കിൽ കാണാനാകുക. ശനിയാഴ്ച വൈകിട്ട് 6:30 ഗുജറാത്ത് ടൈറ്റൻസും മുംബൈ ഇന്ത്യൻസും ഏറ്റുമുട്ടും. ഞായറാഴ്ച 2 മത്സരങ്ങൾ ഫാൻ പാർക്കിലൂടെ കാണാൻ കഴിയും. ഉച്ചയ്ക്ക് 2:30 ഡൽഹി ക്യാപിറ്റൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മത്സരവും തുടർന്ന് രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരവും നടക്കും. കാണികൾക്ക് പ്രവേശനം സൗജന്യമായിരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. So my name is Sumit Mallapurkar. I work as a senior manager into cricket operations with the BCCI. So talking about the fan park, you have already seen the AV, you have seen the video, exactly what the event is about and how it is carried. So it's a wonderful initiative taken by the BCCI, wherein we go to tier 2, tier 3 cities, and the only motive for us doing fan parks is the fans and the people who cannot go to the stadium to see live cricket. We try to bring cricket to their city. വാർത്താ സമ്മേളനത്തിൽ KCA അംഗം സിയാവുദ്ദീൻ, ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി T. അജിത് കുമാർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാടാനംകുറിച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. വിരമിക്കുന്ന അധ്യാപകരായ ജയലക്ഷ്മി, ഗീത എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. അഭാവമാണ്. ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഈ വിദ്യാലയത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇൻഫ്രാസ്ട്രക്ചറിൽ വലിയ മാറ്റം വരുത്തുക എന്നതായിരുന്നു. തീർച്ചയായിട്ടും ഇപ്പം നിങ്ങൾ കാണുന്ന ഈ മനോഹരമായ കെട്ടിടം കിഫ്ബി ഫണ്ട് കൊണ്ട് യാഥാർത്ഥ്യമാക്കിയതാണ്. അതിനുശേഷം ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന വർക്കും ഇപ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ലഭ്യമാക്കിയതാണ് 2 കോടി രൂപ. ഇതിൻ്റെ നിർമ്മാണം ഏതാണ്ട് ഡിസംബറിൽ നമുക്ക് പൂർത്തീകരിച്ച് തുറന്നു കൊടുക്കണമെന്നാണ് കരുതുന്നത്. സ്കൂൾ പ്രധാനാധ്യാപിക ഗീത റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം AN നീരജ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പ്രശാന്ത്, റഫീഖ്, ബീന ടീച്ചർ, ബാലൻ, K. ബിന്ദു തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ചടങ്ങിൽ കുട്ടികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. നമുക്ക് സന്തോഷപ്പെട്ടേക്കാം. സ്കൂളിലെ മുന്നേറ്റത്തിനും നമ്മുടെ കുഞ്ഞുമക്കൾ പഠിക്കുന്ന സ്കൂളിലേക്കാണല്ലോ ഈ ആവശ്യം, ന്യായമായ ആവശ്യമാണ്. അത് ആവശ്യം നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. ഇവിടെ ഒരു കൂട്ടായ പ്രവർത്തനം ഇപ്പോൾ ഏത് സമയം വിളിച്ചാൽ ഉപയോഗിക്കുന്ന ഗ്രാമപഞ്ചായത്തുണ്ട്, അതുപോലെ തന്നെ സജീവമായി ഇടപെടുന്ന ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ബന്ധങ്ങളുണ്ട്. ചെറുകുട്ടിയിൽ ഏത് പരിപാടി നിങ്ങൾ നോക്കിയപ്പോൾ രക്ഷിതാക്കൾ അറിയാൻ വേണ്ടി പറയുന്നത് ഈ ഇരിക്കുന്ന ജനപ്രതികൾ, വിവിധ പഞ്ചായത്തുകളുടെ ജനപ്രതികൾ, നാം ജയിപ്പിച്ച് വിട്ട ജനപ്രതികൾ. ചടങ്ങിൽ വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ഉപഹാരം
സമർപ്പണവും സയൻസ് ലൈബ്രറി ഉദ്ഘാടനവും സൗഹൃദ കരിയർ ഗൈഡൻസ് പുരസ്കാരങ്ങൾ നേടിയ ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗത്തിനുള്ള ആദരവും MLA നിർവഹിച്ചു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. ലഹരി വിരുദ്ധ ജനകീയ വിദ്യാലയം പദ്ധതി പ്രഖ്യാപനം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അംഗം P. സാബിറ നിർവഹിച്ചു. SRG കൺവീനർ KB രശ്മി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. നിർമ്മലാദേവി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M. സുചിത്ര, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ PM. നൌഫൽ, വിദ്യാഭ്യാസ സ്ഥിരം സമിതി അംഗം PA. യൂസഫ്, വികസന സ്റ്റാൻഡിംഗ് സ്ഥിരം സമിതി അധ്യക്ഷൻ KR. ഗിരീഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ M. ബിന്ദു, വാർഡ് മെമ്പർ താജുന്നിസ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സ്വാഗത സംഘം ചെയർമാൻ KV. ഗോവിന്ദൻകുട്ടി, PTA പ്രസിഡന്റ് MA. മുഹമ്മദ് ഹനീഫ, SMC ചെയർമാൻ സബീർ KS, MPTA പ്രസിഡന്റ് K. ചിത്രലേഖ, ഡെപ്യൂട്ടി HM NK. ലീന, സ്റ്റാഫ് സെക്രട്ടറി ജോസ് ജെയിംസ്, സ്റ്റാഫ് സെക്രട്ടറി HS. അനസ് ബാബു എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ M. പ്രീതി സ്വാഗതവും പ്രധാനാധ്യാപിക ആൻസിയമ്മ മാത്യു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കോട്ടായി ഗവൺമെന്റ് LP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷവും വർണ്ണക്കൂടാരം ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. PP. സുമോദ് MLA ഉദ്ഘാടനം ചെയ്തു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. സതീഷ് അധ്യക്ഷത വഹിച്ചു. കോഴമന്നം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK. ദേവദാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. സ്റ്റാഫ് സെക്രട്ടറി നിതീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. DPO MR. മഹേഷ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി. സ്കൂൾ പ്രധാനാധ്യാപിക P. രമണി സ്വാഗതവും PTA പ്രസിഡന്റ് VS. നിതീഷ് നന്ദിയും പറഞ്ഞു. പറളി മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 125 കുടുംബങ്ങൾക്ക് ബിരിയാണി കിറ്റും 12 കുടുംബങ്ങൾക്ക് വസ്ത്ര വിതരണവും നടത്തി. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഇല്യാസ്, സെക്രട്ടറി ഷാഫി അറക്കൽ, വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ, കമ്മിറ്റി ഭാരവാഹികളായ മുസ്തഫ, ഫൈസൽ, അബ്ദുള്ള, അബ്ദുൾ റഷീദ്, നാസർ, അൽഫാൻ, ട്രഷറർ മുഹമ്മദ് റാഫി എന്നിവർ നേതൃത്വം നൽകി. കഴിഞ്ഞ ദിവസം ചേലക്കരയിൽ നിന്നും കാണാതായ യുവാവിനെ സ്ഥലത്തെ ബൂതാട്ടുകുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചേലക്കര ഗ്രാമം നെന്മനത്ത് പറമ്പിൽ 39 വയസ്സുള്ള ജയനെയാണ് കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വടക്കാഞ്ചേരി ഫയർഫോഴ്സും ചേലക്കര പോലീസും സംഭവ സ്ഥലത്തെത്തി മൃതദേഹം കരക്കെടുത്ത് മേൽനടപടികൾ സ്വീകരിച്ചു. മരണകാരണം വ്യക്തമല്ല. ലൈബ്രറി കൗൺസിൽ പ്രതിവർഷ നാടകോത്സവത്തിന്റെ 4ാം പതിപ്പ് കോങ്ങാട്ട് നടക്കും. ഇതിനു മുൻപ് കൊല്ലം, കാസർഗോഡ്, എറണാകുളം ജില്ലകളിലാണ് നാടക മത്സരം നടന്നിട്ടുള്ളത്. ഏപ്രിൽ 4-ന് രാവിലെ 10:30 നാടകോത്സവത്തിന്റെ ഉദ്ഘാടനം വൈശാഖൻ നിർവഹിക്കുമെന്ന് ലൈബ്രറി കൗൺസിൽ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാടകരംഗം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചുള്ള ചർച്ചകൾക്കും നാടകോത്സവം വേദിയാകും. അനുഭവ സമ്പന്നരും പുതിയ തലമുറയുമാണ് സംവാദത്തിൽ പങ്കെടുക്കുക. ചലച്ചിത്ര കോർപ്പറേഷൻ ചെയർമാൻ പ്രേംകുമാർ, ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ, പ്രൊഫസർ ഗംഗാധരൻ, കാളിദാസ് പുതുമന, GP രാമചന്ദ്രൻ, KA നന്ദജൻ, G ദിലീപൻ എന്നിവർ ചർച്ച നയിക്കും. ഏപ്രിൽ 3-ന് വൈകുന്നേരം 5 മണിക്ക് ലക്കിടി കുഞ്ചൻ സ്മാരകത്തിൽ നിന്ന് നാടകജ്വാല എന്ന സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള പ്രയാണം ആരംഭിക്കും. പ്രശസ്ത നടി നിലമ്പൂർ ആയിഷ ഉദ്ഘാടനം ചെയ്യും. നാടകോത്സവം ഏപ്രിൽ 4-ന് രാവിലെ 10:30-ന് വൈശാഖൻ ഉദ്ഘാടനം ചെയ്യും. ഏപ്രിൽ 3 മുതൽ 6 വരെ കോങ്ങാട് പെരിങ്ങോട് ക്ലബ് 5 കൺവെൻഷൻ സെന്ററിലാണ് നാടകോത്സവം നടക്കുകയെന്നും സംഘാടകർ പറഞ്ഞു. കേരളത്തിൻ്റെ സാമൂഹ്യസ്ഥിതി മാറ്റിമറിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച നാടകങ്ങൾ ജനിച്ചത് പാലക്കാട്ടാണ്. പാട്ടവാക്കി ഉൾപ്പെടെ പഴയ പാലക്കാട് ജില്ലയുടെ ഭാഗമായിരുന്ന സ്ഥലത്താണ് പാട്ടവാക്കി. അതേപോലെ സ്ത്രീകൾ പൊതുരംഗത്തേക്ക് വരാൻ മടിക്കുകയും പൊതുരംഗത്ത് വന്നാൽ അപലപിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്താണ് തൊഴിൽ കേന്ദ്രങ്ങളിലേക്ക് എന്ന നാടകം സ്ത്രീകൾ എഴുതി, പ്രേതത്ത കല്ലാട്ട് ഉൾപ്പെടെയുള്ളവരെഴുതിയ ആ നാടകം മനോഹരമായ രീതിയിൽ അവതരിപ്പിക്കുകയും തൊഴിൽ കേന്ദ്ര ആ സ്ഥലവും ലക്കിടിയാണ്. നമ്മളൊന്ന് അവതരിപ്പിക്കപ്പെട്ടതും വലിയ മാറ്റമുണ്ടാക്കിയ നാടകങ്ങളാണ്. ഏറ്റവും ഒടുവിൽ ഈ പുതിയ കാലഘട്ടം, അതൊരു പഴയ കാലഘട്ടത്തിൻ്റെതാണ്. പുതിയ കാലഘട്ടത്തിലെ ഇപ്പോൾ നമ്മുടെ കാളിദാസ് പുതുമന എഴുതിയ ഇതിമന്വന്തരം ശുഭമെന്ന നാടകം ഈ നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒന്ന്. അത് ഒരു സിനിമ തന്നെ ഈ 4-5 വർഷം മുമ്പ് വന്നു, ആൻഡ്രോയിഡ് കുഞ്ഞിപ്പ. ഇതിനേക്കാൾ മനോഹരമായ രീതിയിൽ അവതരിപ്പിച്ച ഇതിമന്വന്തരം ശുഭം എന്ന നാടകം 45 വർഷം മുമ്പ് ഇവിടെ ഒരു
കലാസമിതി, കാളിദാസ് പുതുമനയാണ് അത് എഴുതിയത്. നല്ല രീതിയിൽ പാലക്കാട്ട് അവതരിപ്പിച്ച് സംസ്ഥാനത്തിൻ്റെ ആകെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു നാടകമാണ്. അപ്പോൾ അത്തരമൊരു നാടക ഭൂമികയിലാണ് ഇത്തവണത്തെ 4ാമത് നാടകോത്സവം നടക്കുന്നത് എന്ന പ്രത്യേകത. വാർത്താസമ്മേളനത്തിൽ ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി PN മോഹനൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VK ജയപ്രകാശ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാറ്റുലി 2026 ജൂണിൽ തുടങ്ങുന്ന അധ്യയന വർഷം മുതൽ സംസ്ഥാനത്തെ സ്കൂളുകളിൽ 1ാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായം 6 വയസ്സാകും. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായാണ് കേരളത്തിലും പുതിയ മാറ്റം. 3 വയസ്സ് മുതൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം ശക്തമായ കേരളത്തിൽ 1ാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായം 6 വയസ്സാക്കുന്നത് സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നിട്ടുണ്ട്. കാണാം മാറ്റുലി. ആ സർക്കാർ തീരുമാനം വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം കുട്ടികളുടെ ബുദ്ധിവികാസം പ്രാപിക്കുന്ന ഒരു സമയമാണത്. 5 വയസ്സ് 6 വയസ്സ് അവർ കളിച്ചു വളരേണ്ട പ്രായമല്ലേ. കുട്ടികൾ രാവിലെ എഴുന്നേൽക്കാൻ തന്നെ ഒരു അല്പം വൈകും. 5 വയസ്സിലൊക്കെ കുട്ടികളെ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞാൽ അവർക്കത്ര അല്ലേ. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയണേ, എൻ്റെ മോൻ ഇപ്പോൾ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവനൊക്കെ രാവിലെ കിടന്ന് ഉറങ്ങുന്നത് കാണുമ്പോൾ തന്നെ അവരുടെ ക്ഷീണം, അവരുടെ ആ വിശ്രമം കിട്ടേണ്ട, ഉറക്കം കിട്ടേണ്ട സമയം ആണ്. 6 വയസ്സ് പറഞ്ഞാൽ അത് അല്പം കൂടെ നല്ലൊരു അഭിപ്രായമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ വിദ്യാലയങ്ങളിൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം ഉറപ്പിക്കാതെ 6 വയസ്സിൽ 1ാം ക്ലാസ്സിൽ പോയാൽ മതി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ ബുദ്ധിക്കനുസരിച്ച് പോരാ എന്നുള്ളതാണ്. പണ്ട് നടന്നു, ഇന്ന് നടക്കില്ല. അപ്പോൾ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം കേരളത്തിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്തെ എല്ലായിടത്തും ഉറപ്പിക്കണം. എന്നിട്ട് 6 വയസ്സിൽ കുട്ടികളെ 1ാം ക്ലാസ്സിൽ ചേർക്കുക എന്ന് പറയുന്നതാണ് ന്യായം എന്നാണ് എൻ്റെ അഭിപ്രായം. 1ാം ക്ലാസ് വിദ്യാഭ്യാസം 6 വയസ്സിൽ തുടങ്ങിയാൽ മതി എന്ന സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം സ്വാഗതാർഹമാണ്. മുൻപ് കേന്ദ്ര സർക്കാർ ഇതേ ആവശ്യം സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ കാലങ്ങളായി കേരളത്തിൽ തുടരുന്നത് 5 വയസ്സിൽ 1ാം ക്ലാസ് വിദ്യാഭ്യാസം ആരംഭിക്കുന്നതാണ് എന്ന കാരണം കൊണ്ട് അത് അവഗണിക്കുകയാണ് ചെയ്തത്. 6 വയസ്സിൽ 1ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടുമ്പോൾ കുട്ടികൾക്ക് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം കുറേ കൂടി മെച്ചപ്പെടുത്താൻ സാധിക്കും. അതിനാൽ തന്നെ കൂടുതൽ പഠന വിഷയങ്ങൾ മനസ്സിലാക്കി പഠനം മികവുറ്റതാക്കാൻ കുട്ടികൾക്ക് സാധിക്കും. കുട്ടികൾക്ക് 1ാം ക്ലാസ് വിദ്യാഭ്യാസത്തിന് 6 വയസ്സെന്ന് മാറ്റിയിരിക്കുന്ന ഒരു നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത് വളരെ നല്ല കാര്യമാണ്. നമ്മുടെ കുട്ടികൾ ചെറുപ്രായത്തിൽ കളിച്ച് വളർന്ന് വികസിച്ച് പോകുന്ന പ്രായത്തിൽ കുട്ടികളെ കൊണ്ട് സ്കൂളിൽ കൊണ്ട് ചേർത്ത് CBSE ICSE മറ്റ് സ്കൂളുകൾ കുട്ടികളുടെ മേലെ അമിതമായ ഭാരം അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യമാണ്. കുട്ടികൾ കളിക്കുന്ന പ്രായത്തിൽ കുട്ടികൾ കളിക്കണം. അതിന് സൗകര്യങ്ങളുണ്ട്, അംഗനവാടികളുണ്ട്, സ്കൂളുകളൊക്കെ ഉണ്ട്. അവിടെ കുട്ടികൾക്ക് കളിക്കാനും വിടുക. അല്ലാതെ 1ാം ക്ലാസ്സിൽ ചെറുപ്പത്തെ കൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ കുട്ടികളുടെ ഭാവിക്ക് തന്നെ വലിയ ഭാരം ഉണ്ടാക്കി കൊടുത്ത് അവരുടെ അവരുടെ തലച്ചോറ്, അവരുടെ ബുദ്ധി അതിനൊരു കോട്ടം തട്ടുന്ന രീതിയാണ് കാണുന്നത്. അതിന് ഉപരിയായിട്ടാണ് 6 വയസ്സായി മാത്രമേ കുട്ടികൾ സ്കൂളിൽ ചേർക്കാവുന്ന നിയമം. ആ നിയമത്തെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ പൂരം വെടിക്കെട്ട് പ്രതിസന്ധിയിലെന്ന് പാറമേക്കാവ് ദേവസ്വം. ഒക്ടോബറിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പെസോ നിയമ ഭേദഗതിയിൽ ഇളവ് ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെ മറുപടി ലഭിച്ചില്ല. ഭേദഗതിയിൽ ഇളവ് നൽകേണ്ടത് കേന്ദ്ര സഹമന്ത്രിയും തൃശൂർ MP-യുമായ സുരേഷ് ഗോപിയുടെ വകുപ്പിന് കീഴിലുള്ള പെസോ എന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി. ജീവനക്കാരോടുള്ള സംസ്ഥാന സർക്കാർ സമീപനത്തിനെതിരെ ജോയിന്റ് കൌൺസിൽ പാലക്കാട് ജില്ലാ പ്രതിനിധി സമ്മേളനത്തിൽ വിമർശനം. ജീവനക്കാരുടെ പ്രതിഷേധം ക്ഷണിച്ചുവരുന്ന നയങ്ങൾ ഇടതു സർക്കാരിന് ദോഷം ചെയ്യുമെന്ന മുന്നറിയിപ്പ്. പങ്കാളിത്ത പെൻഷൻ, DA കുടിശ്ശിക, ശമ്പള പരിഷ്കരണം തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാർ വാഗ്ദാനം ലംഘിക്കപ്പെട്ടെന്നും ആക്ഷേപം. ചാനൽ ചർച്ചയിൽ നടത്തിയ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ചത് ശ്രീമതി ടീച്ചറുടെ കണ്ണീര് കണ്ട് സഹതാപം തോന്നിയത് കൊണ്ടെന്ന് BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ. കേസുമായി ബന്ധപ്പെട്ട വിഷയം മുൻ MLA PT തോമസ് പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യങ്ങൾ. തനിക്കെതിരായ കേസ് നിലനിൽക്കില്ലെന്നും B. ഗോപാലകൃഷ്ണൻ. മങ്കര കണ്ണമ്പരിയാരത്ത് വാഹനങ്ങളുടെ കൂട്ടയിടി. അപകടത്തിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 9 പേർക്ക് പരിക്ക്. അപകടം നടന്നത് ഇന്ന് രാവിലെ 9:30യോടെ. കൂലി കുടിശ്ശികയും വേതന വർധനവും ആവശ്യപ്പെട്ട് NREG വർക്കേഴ്സ് യൂണിയൻ. തൊഴിലുറപ്പ് ദിനങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യം. കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് തൊഴിലാളികളുടെ പ്രതിഷേധ മാർച്ചും ധർണയും. കുളപ്പുള്ളിയിലെ തൊഴിൽ തർക്കവുമായി ബന്ധപ്പെട്ട് ലേബർ ഓഫീസർ വിളിച്ചു ചേർത്ത ചർച്ച പരാജയം.
കടയുടമയെയും CITU നേതാക്കളെയും പങ്കെടുപ്പിച്ച് നടത്തിയ ചർച്ച വാക്കുതർക്കത്തിൽ കലാശിച്ചു. സ്ഥാപനത്തിനു മുന്നിൽ തൊഴിലാളികളുടെ പന്തൽ കെട്ടി സമരം തുടരുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.